ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. CSI സഭ അതിൻ്റെ 78ാം ഉദ്ഘാടന വാർഷികം ആഘോഷിക്കുവാനായിട്ട് തയ്യാറായിരിക്കുകയാണല്ലോ. 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി CSI സഭ രൂപീകരിക്കപ്പെട്ട ദിവസം ആഗോള വിശ്വാസ സമൂഹത്തിന് ഒരു പുതിയ ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ദിവസമായിരുന്നു. അതോടൊപ്പം ആശങ്കകളും പങ്കുവച്ചിരുന്നു. എന്തായിരുന്നു ഈ ആശങ്കയെന്ന് വെച്ചാൽ, വിവിധ ഭാഷകളിൽ, വിവിധ സംസ്കാരങ്ങളിൽ, വിവിധ ആരാധന രീതികളിലുള്ളതായ വിശ്വാസ സമൂഹങ്ങൾ ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്, ഒരു സഭയായിട്ട് തീരുകയാണ്. അത് അന്ന് CSIയുടെ പ്രഖ്യാപനം നിർവഹിച്ച അഭിവന്യ CK ജേക്കബ് തിരുമേനിയോട് ഒരു പത്ര റിപ്പോർട്ടർ ഇപ്രകാരം ചോദിക്കുകയുണ്ടായി: ഡിയർ ബിഷപ്പ്, ഹൗ ലോങ് ദിസ് വിൽ സസ്റ്റെയിൻ? ദിസ് ഈസ് എ ലീഗ് ഓഫ് ചേർച്ചസ്. തിരുമേനി വളരെ ശാന്തമായിട്ട് അതിന് മറുപടി പറഞ്ഞത്, ഇഫ് ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദി ഓർഗാനിസം ഓഫ് ഹോളി സ്പിരിറ്റ്, ഇറ്റ് വിൽ സസ്റ്റെയിൻ, അതർവൈസ് ഇറ്റ് വിൽ പെരിഷ്. ഇത് ദൈവനിയോഗമാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായെങ്കിൽ അത് തീർച്ചയായിട്ടും നിലനിൽക്കും, അല്ലെങ്കിൽ നശിച്ചു പോകും. 77 വർഷങ്ങൾ പിന്നിടുന്ന ഈ സമയത്ത് CSI സഭയുടെ മക്കൾ അഭിമാനത്തോടെ പറയുന്നു, ഇന്ന് 24 മഹായിടവുകളിലും ഏതാണ്ട് 75 ലക്ഷം ആളുകളുമുള്ള ഈ സഭ ദൈവത്തിൻ്റെ നിയോഗമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് സാക്ഷ്യത്തോടെ പറയുവാനായിട്ട് സാധിക്കുന്നു. 77 വർഷം പിന്നിടുന്ന സഭ ഇന്ന് ഏറെ വളർന്നു കഴിഞ്ഞു. വിവിധ സ്ഥാപനങ്ങൾ, വിവിധ സേവന മേഖലകൾ, വിവിധ കാര്യങ്ങളിലെ നിലപാടുകൾ, നേതൃത്വം ഒക്കെ ഈ സഭയുടെ സമ്പത്താണ്. അനേക പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഈ സഭയ്ക്കുണ്ടെന്ന്. വലിയ വലിയ എൻജിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആളുകളെ സജ്ജമാക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇന്ന് ഈ സഭയുടെ സമ്പാദ്യമാണ്. അനേക സ്കൂളുകൾ, കലാലയങ്ങൾ, അത് ഒരു സമൂഹത്തെ തന്നെ രൂപകൽപ്പന ചെയ്യുവാനായിട്ട് മുഖാന്തരമായിട്ട് തീർന്നിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾ, അത് ഈ സഭയുടെ സമ്പാദ്യമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് അഭിമാനത്തോടെ സഭ വളർന്നുവെന്ന് പറയുമ്പോൾ തന്നെ, വളർച്ചയെന്ന വാക്കിന് ലോകം കൊടുക്കുന്ന സാധ്യതകളിൽ നിന്ന് അല്പമൊന്ന് മാറി സഭയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ദർശനം നൽകുന്ന കണ്ണുകളിലൂടെ ഒരു നോട്ടം ആവശ്യമല്ലേ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തോട് എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതികൾക്ക് ഘടകവിരുദ്ധം നിൽക്കുന്ന ആശയങ്ങളോട് എന്നും സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച കർത്താവ് സഭയെക്കുറിച്ചുള്ള തൻ്റെ ദർശനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ വ്യക്തമാക്കുമ്പോൾ, വളർച്ചയ്ക്ക് മറ്റൊരു മാനം നമ്മൾ തേടേണ്ടിയിരിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം വളർച്ച ദൈവ സ്വഭാവത്തെ ആർജിക്കുന്നതിലുള്ള പുരോഗതിയിൽ ആണ് ദർശിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 19-ാം വാക്യത്തിൽ ഇങ്ങനെ കർത്താവ് പറയുന്നു: അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. മൂല്യച്യുതികളേറെയുള്ള സമൂഹത്തിൽ സഭയുടെ റോൾ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു വാക്യമാണിത്. വിശുദ്ധിയുടെ മാതൃകയായി സഭ തീരുകയാണ്. അവിടെയാണ് ലോകം വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നത്. ഒരു കാലഘട്ടം വരെ സമൂഹത്തിൽ തിന്മ പെരുകുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ, സമൂഹത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് കാണുമ്പോൾ അതിനോട് ശക്തമായി എതിരിട്ടുകൊണ്ടിരുന്നത് താത്വിക ആചാര്യന്മാരും മതാചാര്യന്മാരുമാണ്. അവരെ തിന്മശക്തികൾ ഒട്ടൊക്കെ ഭയന്നിരുന്നു എന്ന് വേണം ചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതായത് സമൂഹത്തിൻ്റെ ഒഴുക്ക് ശരിയല്ല എന്ന് വേഗം തിരിച്ചറിയുന്ന ഒരു കൂട്ടരാണ് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ഈ ആളുകൾ. കാരണം അവർക്ക് ദൈവ ദർശനം ഉണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ വളരെ പ്രാധാന്യമായിരുന്നു മുന്നറിയിപ്പ് നൽകുകയും ശരിക്ക് വേണ്ടി
മുറവിളി കൂട്ടുകയും ചെയ്യുന്ന പ്രവർത്തനം. സഭയുടെ ഒരു റോൾ ഇന്ന് ഇവിടെയാണ് ശക്തമാകേണ്ടത്. കർത്താവിൻ്റെ കാലത്തിലും തിന്മശക്തികൾ പ്രബലമായിരുന്നു. പക്ഷേ തിന്മശക്തികളോട് ഒരു സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച കർത്താവ് തൻ്റെ ശിഷ്യത്വത്തിന് സഭയ്ക്ക് മാതൃകയായി തീരുന്നത് ഈ പോരാട്ടങ്ങളിലൂടെയാണ്. സഭ ഒരു തിരുത്തൽ ശക്തി ആർജിക്കേണ്ടത് ഏറെ ആവശ്യമായിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടി സന്ധികളുണ്ടാകുക എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ തന്ത്രമാണ്. പക്ഷെ ചരിത്രം സാക്ഷിക്കുന്നത് നിലപാടുകളെ മറന്നുള്ള സന്ധികൾ എപ്പോഴും ഒരു സമൂഹത്തെ, ഒരു പ്രസ്ഥാനത്തെ അതിൻ്റെ അവസാനത്തിലേക്കോ അടിമത്തത്തിലേക്കോ എത്തിക്കും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഏറെ ക്ലേശകരമെങ്കിലും ദൈവരാജ്യ നിലപാടുകളിൽ നിലകൊള്ളുവാനുള്ള ആർജവം സഭ കാണിക്കുമ്പോൾ അതാണ് വളർച്ചയായി കണക്കിടേണ്ടത്. ഇങ്ങനെയൊരു സമൂഹത്തെ വളർത്തുന്ന ഒന്നാവണം സഭ. അത് സാധ്യമാകണമെങ്കിൽ സഭ അതിനെ തന്നെ വിശുദ്ധീകരിക്കണം. കർത്താവിൻ്റെ മാതൃകയും അതാണ്. 77 വർഷം പിന്നിടുന്ന സഭയിൽ ഒരു നവോത്ഥാനവും പുനഃസമർപ്പണവും കാലികമായി തന്നെ ഉണ്ടാകണം. അത് ക്രിസ്തുവിൽ ചേരാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ കണ്ടുപിടിക്കുകയും ആ കാര്യങ്ങളോട് വിട പറയുകയും ദർശനങ്ങളുടെ പുനഃപ്രതിഷ്ഠകൾ കാലാകാലങ്ങളിൽ നടക്കുകയും വേണം സഭയിൽ. വളർച്ചയുടെ മറ്റൊരു തലം ദർശനങ്ങളിൽ നിന്ന് മാറാതെ കാലികമായി മാറ്റങ്ങളെ വരിക്കാൻ തയ്യാറാവുക എന്നതാണ്. 2024 എത്തി നിൽക്കുമ്പോൾ 1947 സഭ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയോ ഘടനയോ തൊഴിൽ മേഖലകളോ ഒന്നുമല്ല നിലവിലുള്ളത്. ഏറെ മാറിയിരിക്കുന്നു പ്രവർത്തന മണ്ഡലം. 1980 വരെ ഏതാണ്ട് ക്രമാനുഗതമായി മാറ്റങ്ങളെ വരിച്ചിരുന്ന ലോകം അതിനുശേഷം അതിദ്രുതമായിട്ടാണ് മാറിയത്. ഇങ്ങനെയുള്ള ചടുലമായ മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ കുടുംബത്തെയും വ്യക്തികളെയും വല്ലാതെ ഉലയ്ക്കുകയും ഒരു പുതിയ തുലനാവസ്ഥയിലേക്ക് അത് പ്രയാണം ചെയ്യുകയും ചെയ്തു. അത് ഇന്ന് വരെയും തുടരുന്നു. ഇന്ന് വരെയും പുതിയൊരു തുലനാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ തുടരുകയാണ്. വികസനം, ജീവിതം, ജോലി ഇവയെക്കുറിച്ചുള്ള ദർശനങ്ങൾ എല്ലാം പാടെ മാറിക്കഴിഞ്ഞു. ഒറ്റപ്പെടലുകളും അരക്ഷിതാബോധവും ആകർഷണീയത നഷ്ടപ്പെട്ട ജീവിതങ്ങളും കത്തിയെരിഞ്ഞ് മധ്യവയസ്കതയിൽ ആർജവം നഷ്ടപ്പെടുന്ന യൗവനവും എല്ലാം ഒരു വീണ്ടെടുപ്പിനെ ആഗ്രഹിക്കുകയും അതിനായിട്ട് തേങ്ങുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഇത്. ഇവിടെ സഭയുടെ പ്രവർത്തന ശൈലിയിൽ ഏറെ മാറ്റങ്ങളും ശുശ്രൂഷയ്ക്ക് സഭ നിശ്ചയിച്ചിരിക്കുന്ന സമ്മർദ്ദ കേന്ദ്രങ്ങൾ, പ്രഷർ പോയിൻറ്റ്സിലെ മാറ്റങ്ങളും ഏറെ ആവശ്യമായിരിക്കുന്നു. ഒരു 25 വർഷം, അടുത്തൊരു 25 വർഷം ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയ്ക്കായിട്ട് സഭയെ സജ്ജമാക്കുവാനായിട്ട് നാം തയ്യാറാകേണ്ടതാണ്. സുവിശേഷവും ക്രിസ്തു സംഭവവും ഒരു സമൂഹത്തെയും കാലഘട്ടത്തെയും അതിൻ്റെ തുടർ പ്രയാണങ്ങളെയും നവീകരിച്ച ഒന്നാണ്. മനുഷ്യന് വ്യത്യസ്തമായി ചിന്തിക്കാൻ സാധിക്കുമെന്നും ദൈവത്വത്തെ മനുഷ്യത്വത്തിൽ ദർശിക്കുമ്പോഴാണ് ദൈവരാജ്യ ചിന്തകൾ യഥാർത്ഥമാകുന്നതെന്നുമാണ് ക്രിസ്തു സംഭവം തെളിയിച്ചത്. അത് ആവർത്തിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തു സംഭവത്തിൻ്റെ പുനരാവിഷ്കാരങ്ങൾ സഭ ഏറ്റെടുത്ത് അതിൻ്റെ ദൗത്യത്തെ പൂർത്തിയാക്കേണ്ടതിരിക്കുന്നു. അതിനുള്ള സമർപ്പണ ദിനമായി സഭയുടെ 78ാം പിറന്നാൾ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സന്ദേശങ്ങൾ കാലികമായി ജീവിതങ്ങളിലെത്തിക്കുന്ന VMKDക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. The United and Uniting Church of South India has come into existence. The visionary light that our missionaries spread years back is still spreading and will continue to reflect the lives of many. It is our duty to look back into the vision and mission of our founders, because the more you know about the past, the
better you are to face the future. At this juncture, we as VMKD, the Voice of CSI members, would like to thank and greet each of you for being a part and extending the path. Let us continue to unite unitedly.